Let's turn to Genesis chapter 12 verse 1 to 3. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യഹോവ അബ്രഹാമിനോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. Amen. Thank you so much. All the nations of the world will be blessed by you. Hallelujah. നിന്നിൽ ലോക രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടും. Here I can't read all that, but I'll give you the gist of it. ഇതെല്ലാം ഞാൻ കൈകാര്യം ചെയ്യുന്നില്ല, ഇതിന്റെ ഒരു ആകത്തുക പറയുകയാണ്. If you leave something, നിങ്ങൾ എന്തെങ്കിലും വിട്ടാൽ I give you everything. നിനക്കെല്ലാം ഞാൻ തരും. If you leave something, നീ ചിലതിനെ ഉപേക്ഷിച്ചാൽ, your father's house, your country, നിന്റെ പിതാവിന്റെ ഭവനം, നിന്റെ ദേശം, I give you everything. ഞാൻ നിനക്കെല്ലാം തരും. Hallelujah. Hallelujah. I'll make you a great nation. ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും. I will bless you. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. I'll make your name great. ഞാൻ നിന്റെ പേര് വലുതാക്കും. And you shall be a blessing. നീ ഒരു അനുഗ്രഹമായി മാറും. All these things have come to pass, beloved. ഇതെല്ലാം സംഭവിച്ചു ദൈവമക്കളെ. And even when God was speaking to Abraham, അബ്രഹാമിനോട് ദൈവം സംസാരിച്ചപ്പോൾ all the families എല്ലാ കുടുംബങ്ങളും of the earth be blessed. ഈ ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. I don't know what Abraham might have thought at that time. അത് കേട്ടപ്പോൾ അബ്രഹാമിന്റെ മനസ്സിലൂടെ കടന്നുപോയത് But എന്താ? God has seen something in detail. എന്നാൽ വളരെ വ്യക്തതയിൽ ദൈവം ചിലത് കാണുകയാണ്. God has seen Isaac and he was speaking to Abraham. ദൈവം ഇസഹാക്കിനെ കാണുന്നു, അബ്രഹാമിനോട് God സംസാരിക്കുന്നു. has seen Jacob. ദൈവം യാക്കോബിനെ കണ്ടു. God has seen 12 tribes. ദൈവം 12 ഗോത്രങ്ങളെ കണ്ടു. God has seen the people going into Egypt. മിസ്രൈമിലേക്ക് ഈ ജനം യാത്രയാകുന്നത് കണ്ടു. God has seen Joseph, who has given them a way to go to Egypt. ഈ മിസ്രൈമിലേക്ക് കടന്നു പോകുന്ന യോസേഫിനെ കണ്ടു. God has seen the parting of the Red Sea. ദൈവം ചെങ്കടലെ പിളർന്നത് കണ്ടു. God has seen the enemies were drowned in the Red Sea. ഈ ശത്രുക്കളെല്ലാം ചെങ്കടലിൽ മുങ്ങിപ്പോകുന്നത് ദൈവം God കണ്ടു. has seen the walls of Jericho have fallen down. യെരിഹോയുടെ മതിലുകൾ ഇടിഞ്ഞു വീഴുന്നത് ദൈവം കണ്ടു. God has seen the promised land being divided. ദൈവം ഈ വാഗ്ദത്ത നാട്ടിലേക്ക് ഈ ജനം കയറുന്നത് കണ്ടു. Even God has seen ദൈവം എന്തോ കണ്ടു? Caleb's conquering the mountain. കാലേബ് പർവ്വതത്തെ കൈവശമാക്കുന്നത് കണ്ടു. When God makes a promise to you, beloved, ദൈവം ഒരു വാഗ്ദത്തം പ്രിയമുള്ളവരെ നിങ്ങൾക്ക് you തരുമ്പോൾ might not see all that. നിങ്ങൾക്കതെല്ലാം ഗ്രഹിക്കുവാൻ കഴിയത്തില്ല. God has seen what is going to happen. എന്നാൽ അതിലൂടെ സംഭവിക്കാൻ പോകുന്നതിനെ വ്യക്തതയോടെ ദൈവം God has seen the Pastor Ajit, Pastor Suma, the way they are going to be a blessing to the state of Kerala. ദൈവം പാസ്റ്റർ അജിത്തിനെ, പാസ്റ്റർ സുമയെ കേരളത്തിൽ നടക്കാൻ പോകുന്ന ദൈവപ്രവർത്തികളെ വ്യക്തമായി ദൈവം To the കണ്ടിരിക്കുന്നു. nation of India ഈ ഭാരത ദേശത്തിൽ അത് കണ്ടു. and to the nations of the world. ലോക രാജ്യങ്ങളിൽ സംഭവിക്കുന്നത് ദൈവം കണ്ടു. Hallelujah. Hallelujah. Abraham has got a clue about what is going to happen. അബ്രഹാമിന് വാഗ്ദത്തം കിട്ടിയപ്പോൾ ഒരു വ്യക്തതയുമില്ല But എന്താണ് one thing he did, സംഭവിക്കുന്നത്. beloved. എന്നാൽ ഒരു കാര്യം അദ്ദേഹത്തിന് He മനസ്സിലായി. believed God. അദ്ദേഹം വിശ്വസിച്ചു. He knew God when he says something. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ It is come to pass in my life. അതങ്ങനെ തന്നെ എൻ്റെ ജീവിതത്തിൽ This സംഭവിക്കും. morning, ഈ രാവിലെ when you receive a promise from നിങ്ങൾ ഒരു God, വാഗ്ദത്തം ദൈവത്തിൽ നിന്ന് it സ്വീകരിക്കുമ്പോൾ will going to happen in your life. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. Hallelujah. Hallelujah. And let me tell you another dimension. മറ്റൊരു മേഖല പറയട്ടെ. Waiting time നമ്മുടെ കാത്തിരിപ്പിന്റെ കാലം is not a wasting time. അത് വ്യർത്ഥമാകുന്ന നാളുകളല്ല.
Now, I mean, Joel, I'm picking you up again and again വീണ്ടും because, വീണ്ടും ജോയലിനെ അങ്ങ് പിക്ക് ചെയ്ത് because when പറയുക. I came for their engagement, നിങ്ങളുടെ എൻഗേജ്മെന്റിന് വന്നപ്പോൾ they have decided to wait. അവര് കാത്തിരിക്കാൻ They തീരുമാനമെടുത്തു. never said waiting time is a wasting time. അവരെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്ന സമയം For വ്യർത്ഥമായ them, it is a സമയമല്ല. preparation time. അവരെ സംബന്ധിച്ചിടത്തോളം തയ്യാറെടുപ്പിന്റെ Praying unto നാളുകളാണ്. God, അത് ദൈവസന്നിധിയിൽ looking for God's time. ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി They thought they കാത്തിരിക്കുന്നു. can wait for some more time. കുറച്ചു കാലം കൂടെ കാത്തിരിക്കാം. But God said, it's my time. എന്നാൽ ദൈവം പറഞ്ഞു എന്റെ God said, it's സമയം my time. ഇതാ എന്റെ സമയം. They might thought it, they have preponed it. It's not preponing, it's God's time. അവരൊരു പക്ഷേ ചിന്തിച്ചേക്കാം അടുത്ത വർഷത്തെ ഈ വർഷം ഞങ്ങൾ ഡേറ്റ് ആക്കി. അല്ല, ഇത് ദൈവത്തിന്റെ നിശ്ചയിച്ച സമയം തന്നെ. Hallelujah. Hallelujah. For all the promises of God, ദൈവത്തിന്റെ എല്ലാ they're വാഗ്ദത്തങ്ങളും in Him or yes. അത് ഉവ്വ് എന്നും In Him, amen. ആമേൻ To the എന്നുമായിരിക്കുന്നു. glory of God through us. ദൈവനാമ മഹത്വത്തിനായി Every നമ്മളിലൂടെ promise, ദൈവത്തിന്റെ എല്ലാ what is വാഗ്ദത്തങ്ങളും released into your life, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന don't വാഗ്ദത്തങ്ങൾ say that will it happen. ഇത് സംഭവിക്കുമോ? It will happen, അത് beloved. സംഭവിക്കുക തന്നെ It will ചെയ്യും. happen. അത് സംഭവിക്കുക തന്നെ Then ചെയ്യും. yes in Him, കർത്താവിൽ there amen in Him. അത് ഉവ്വ് എന്നും ആമേൻ എന്നുമായിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. And what happened after that? അതിനുശേഷം എന്താണ് You സംഭവിച്ചത്? know the story. നിങ്ങൾക്ക് ആ കഥ അറിയാം. Abraham, അബ്രഹാം we got the promises, ആ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചു. and there was a famine that was there. വലിയ ഒരു ക്ഷാമം. And he has to go back to Egypt. വീണ്ടും മിസ്രൈമിലേക്ക് മടങ്ങി പോകണം. And Abraham speaks about our own personalities. നമ്മുടെ വ്യക്തിത്വത്തെ വിളിച്ചു പറയുന്ന അബ്രഹാമിന്റെ ജീവിത അനുഭവങ്ങൾ, The human side of it. ഒരു മാനുഷിക ഭാഗം നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട്. All the promises are he was holding. എല്ലാ വാഗ്ദത്തങ്ങളും ഒരു സൈഡിൽ വിശ്വസിച്ച് ഉയർത്തി പിടിച്ചിരിക്കുകയാണ്. But the fact was he was going through the famine. എന്നാൽ യാഥാർത്ഥ്യങ്ങൾ നോക്കുമ്പോൾ ഒരു വലിയ ഒരു ഫാമിൻ ക്ഷാമത്തിലൂടെ പോകുന്നു. Then he made up his mind. അദ്ദേഹം മനസ്സിൽ ചിലത് നിരൂപിച്ചു. Let me go to Egypt. ഞാനൊന്ന് മിസ്രൈമിലേക്ക് പോവട്ടെ. Because he has to eat. കാരണം കഴിക്കണ്ടേ വല്ലോ. Every time, beloved, ഓരോ പ്രാവശ്യവും you need to wait on the promise of God, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു on the സമയമുണ്ട്. word of God, ദൈവത്തിന്റെ വചനം, not the fact what you are going through. നിങ്ങളുടെ ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളെ നോക്കരുത്. When Jesus finished his 40 days of fasting, 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ ശേഷം and he was hungry, യേശുവിന് വിശന്നു. the devil came to him. പിശാച് അടുക്കൽ വന്നു. The devil said, ഇങ്ങനെ പറഞ്ഞു, if you are a son of God, നീ ദൈവപുത്രനെങ്കിൽ turn these stones into bread. ഈ കല്ലുകൾ അപ്പമാകുവാൻ കൽപ്പിക്കൂ. Is Jesus was hungry? യേശുവിന് വിശപ്പുണ്ടോ? Yes, he was hungry. ഉണ്ട്. He was hungry. വിശന്നിരിക്കുക. He needed to eat the food. ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം തന്റെ മുൻപിലുണ്ട്. But what the devil was telling? എന്നാൽ എന്താണ് പിശാച് If പറയുന്നത്? you are a son of God, നീ ദൈവപുത്രനെങ്കിൽ every time, ഓരോ പ്രാവശ്യം whatever God speaks to you, ദൈവം നിങ്ങളോട് the സംസാരിക്കുന്നത്, devil will try to question it. അതിനൊരു ചോദ്യചിഹ്നം ഇടുക You എന്നുള്ളതാണ് are a പിശാചിന്റെ son of പണി. God. നീ ദൈവപുത്രൻ, You are a daughter of God. നീ ദൈവത്തിന്റെ മകൾ. It doesn't need anything as such. അതിനകത്ത് വേറെ ഒന്നും കൂട്ടിച്ചേർക്കാനില്ല. When Joel was talking about, his dad, ജോയൽ മോൻ ഇന്ന് ഷെർച്ചാനെ കുറിച്ച്, he പിതാവിനെ was കുറിച്ച് looking to പറഞ്ഞപ്പോൾ his dad, Dr. Sherry, പിതാവിനെ നോക്കി പറയുകയാണ്. not in the air. എവിടെയെങ്കിലും ഇങ്ങനെ ആകാശത്ത് Dad. നോക്കിയല്ല, നേരെ നോക്കി. That is confirmed. അത് കഴിഞ്ഞു. അത് That is confirm. what we need to understand. ഇതാണ് നമ്മൾ ഗ്രഹിക്കേണ്ടുന്നത്. You need to know that you are a son of Most High God. ഇത് നിങ്ങൾ ഗ്രഹിക്കണം. നിങ്ങൾ പിതാവാം ദൈവത്തിന്റെ മക്കളത്രേ. You are a daughter of Most High God. നിങ്ങൾ ഈ ദൈവത്തിന്റെ മകളത്രേ. It is a settled issue. അതെന്നേക്കുമുള്ള
എന്നേക്കുമായി നിവർത്തിക്കപ്പെട്ട ഒരു Certain സത്യമാണ്. issues should not be debated. അത് ഇങ്ങനെ നിവർത്തിക്കപ്പെട്ട വിഷയങ്ങൾ വീണ്ടും വീണ്ടും Hallelujah. ചർച്ചയാക്കരുത്. Hallelujah. ഹല്ലേലൂയ. That's why അതുകൊണ്ട് what Jesus said, എന്താണ് യേശു a പറഞ്ഞത്? man shall not live by bread alone. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, Every word that proceedeth from the mouth of God. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനത്താലും തന്നെ. Hallelujah. Hallelujah. The fact was not for him. ഒരു യുദ്ധം നടക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയല്ല. It was adverse. അത് വേറെ He കാര്യമാണ്. was hungry. അവിടെ വിശപ്പാണ്. It's real. അതൊരു യാഥാർത്ഥ്യമാണ് ആ വിശപ്പ്. But what he said, എന്നാൽ എന്താണ് പറഞ്ഞത്? every word, ഓരോ വചനവും 40 days ago, 40 ദിവസങ്ങൾ മുൻപ് when he took baptism, ആ കാര്യം എടുത്തപ്പോൾ he was standing on the banks of river Jordan. യോർദാന്റെ കരക്കൽ നിന്നപ്പോൾ What was the word has come from heaven? എന്താണ് സ്വർഗത്തിൽ നിന്നും മുഴങ്ങിയ ദൈവശബ്ദം? The heaven was pierced out. സ്വർഗം പിളർന്നു മാറി. You are my beloved son. നീ എന്റെ പ്രിയപുത്രൻ. You are my beloved son. നീയാണ് എന്റെ You പ്രിയപുത്രൻ. are my beloved daughter. നീയാണ് എന്റെ പ്രിയമകൾ. Hallelujah. ഹല്ലേലൂയ. That is the word. അതാണ് ആ In വചനം. whom I am well pleased. നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. Jesus was talking to the devil. യേശു പിശാചിനോട് സംസാരിക്കുക. Settled issues will not be debated. നിവർത്തിക്കപ്പെട്ട സ്ഥിരപ്പെട്ട കാര്യങ്ങൾ ഇനി ചർച്ചാ Hallelujah. വിഷയമാവില്ല. Your promises are given by God. നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ ദൈവത്താൽ നൽകപ്പെട്ടതത്രേ. They are settled in the heavens. അത് സ്വർഗീയ സ്ഥലങ്ങളിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു. They will come to pass. അത് സംഭവിക്കുക തന്നെ ചെയ്യും. There is a process time. എന്നാൽ അതിനു വേണ്ടിയുള്ള ഒരു പ്രക്രിയ കാലമുണ്ട്. There is a preparation time. അതിനു വേണ്ടി ഒരു ഒരുക്കമുണ്ട്. Hallelujah. Hallelujah. Let me tell you one thing, beloved. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. Every person has their own personal syllabus which comes from God. ദൈവത്തിൽ നിന്നും നമ്മൾ ഓരോ വ്യക്തികളിലേക്ക് വരുന്ന ഒരു പേഴ്സണൽ സിലബസ് ഉണ്ട്. Everyone. എല്ലാവർക്കും ദൈവം My നിയോഗിച്ചിട്ടുണ്ട്. personal syllabus എന്റെ വ്യക്തിപരമായ സിലബസ് is different than others. മറ്റുള്ളവരുമായിട്ട് വ്യത്യസ്തമാണ്. For an example, ഉദാഹരണം, so far ഇതുവരെ by God's grace ദൈവകൃപയാൽ I was never admitted in a hospital even for 24 hours any given day. 24 മണിക്കൂർ പോലും എൻ്റെ ജീവിതത്തിന്റെ ഒരു ദിവസങ്ങൾ പോലും ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുവാൻ എനിക്കിട വന്നിട്ടില്ല. When I pass the hospitals, ഹോസ്പിറ്റലുകളിലൂടെ കണ്ട് I സഞ്ചരിക്കുമ്പോൾ always feel they are irrelevant to me. ഞാൻ ഓർക്കും ഇതും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. Till now. ഇതുവരെ. Maybe another day, I don't know. മുൻപോട്ടുള്ള കാലങ്ങളിൽ അറിയില്ല. Hallelujah. ഹല്ലേലൂയ. That doesn't mean that, Paul Yangicho, he was on his bed for 10 years. പോൾ യോങ്കിച്ചോ തന്റെ ജീവിതത്തിൽ 10 വർഷങ്ങൾ ഒരു കിടക്കയിലായിരുന്നു. That great man of God അദ്ദേഹം വലിയ has a ദൈവദാസനാണ്. different syllabus. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ യാത്ര I വ്യത്യസ്തമാണ്. have a different syllabus. എന്റെ സിലബസ് വേറെയാണ്. Each one of you have a different syllabus. നിങ്ങളുടെ ഓരോരുത്തരുടെയും സിലബസ് വേറെയാണ്. When it comes to spiritual life, എന്നാൽ ആത്മീയ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ hallelujah. ഹല്ലേലൂയ. Let me tell you another word. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. Higher the calling, tougher the training. നിങ്ങളുടെ വിളി എത്ര വലുതാണോ അത്ര കഠിനമായിരിക്കും നിങ്ങളുടെ ഒരുക്കകാലം. Don't compare with anybody. മറ്റൊരു വ്യക്തിയുമായി അത് തുലനം ചെയ്യരുത്. If you tell about somebody, ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, so they are doing all good. ഓ അവർക്ക് നോക്കിക്കഴിഞ്ഞ ഒരു Why പ്രശ്നം. I am going through this tough situations? എന്റെ ജീവിതത്തിൽ ഈ കഠിന വേദികൾ വരുന്നത്? Why these things come upon me? എന്തുകൊണ്ടാണ് ഇത് എനിക്ക് തന്നെ സംഭവിക്കുന്നത്? Let me tell you this. ഞാനൊന്ന് പറഞ്ഞോട്ടെ. God says, ദൈവം പറയുന്നു, higher the calling, എത്ര വലിയ വിളിയാണോ
tougher the training. അത്രയും കഠിനമായ ശോധനകളിലൂടെ നിങ്ങളുടെ പ്രക്രിയ. Joseph had a higher calling. യോസേഫിന്റെ വിളി വലുതായിരുന്നു. He had gone through the tougher training. അദ്ദേഹത്തെ കഠിനമായ ശോധനകളിലൂടെ കടത്തിവിട്ടു. Hallelujah. Hallelujah. Now the waiting time for Abraham. അബ്രഹാമിന് കാത്തിരിപ്പ് കാലം. He went to Egypt. അദ്ദേഹം മിസ്രൈമിൽ പോയി. And he brought a baggage from Egypt. അവിടുന്ന് ഒരു ബാഗേജ് കൊണ്ടുവന്നു. When you go down, you will get some baggage. നിങ്ങൾ ഇങ്ങനെ കീഴോട്ട് പോകുമ്പോൾ ചില ബാഗേജ് കിട്ടും. Hagar has come. അത് ഹാഗാർ. That Hagar. yeah. Okay. അബ്രഹാമിന്റെ. Abraham. Okay. Got it. Hagar. Got it. Hagar. Okay. So yeah, you can pick up. So he got the baggage. ബാഗേജ് കൊണ്ടുവരുന്നു. Now Ishmael was born. ദാ ഇശ്മായേൽ ജനിച്ചിരിക്കുന്നു. Because the promises were there. വാഗ്ദത്തങ്ങൾ അവിടെ ഉണ്ട്. They wanted to make it happen by their own understanding. അവരുടെ സ്വന്തം മനസ്സിലാക്കൽ കൊണ്ട് സ്പീഡ് കൂട്ടി ചിലത് സംഭവിപ്പിക്കുവാൻ അവർ തിടുക്കം കാണിച്ചു. Somehow let it happen. എങ്ങനെങ്കിലും വാഗ്ദത്തം അങ്ങ് നിവർത്തിച്ചങ്ങ് കാണണം. Sarah gave a nice advice. സാറ ഒരു നല്ല ഉപദേശം കൊടുത്തു. Take my maid servant. എന്റെ മെയ്ഡ് സെർവന്റിനെ എടുക്കുക. And you will have a son. ദേ വാഗ്ദത്തമുള്ളതല്ലേ, കുഞ്ഞിന്റെ ഒന്ന് കിട്ടും. For Abraham it was a win-win situation. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. If you say I have no problem. ഇനിയിപ്പോ സാറായിക്ക് സമ്മതമാണെങ്കിൽ എനിക്കെന്തുവാ കുഴപ്പം? They got Ishmael. അതിനകത്തുനിന്നാണ് ഇശ്മായേൽ ജനിച്ചത്. Always teasing and taunting the promised son. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് എന്നും വെല്ലുവിളിയായി ശേഷിച്ച ഒരു മാനുഷിക പ്രവൃത്തിയായിരുന്നു അത്. And you know the story. I am not going to get into കഥ the details. നിങ്ങൾക്കറിയാം, അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. But one thing, beloved. ഒരു കാര്യം പ്രിയമുള്ളവരെ, And Abraham was going through the process of his life. തന്റെ ജീവിതത്തിന്റെ പ്രക്രിയയിലൂടെ അബ്രഹാം കടന്നു പോകുന്നു. God made a covenant with him. ദൈവം തന്നോടൊരു ഉടമ്പടി ചെയ്തു. He is a God of covenant, beloved. നമ്മുടെ ദൈവം ഉടമ്പടികളുടെ When ദൈവമാണ്. Abraham was asking, അബ്രഹാം ചോദിച്ചു, how will this happen? ഇതെങ്ങനെ സംഭവിക്കും? Then God said, ദൈവം പറഞ്ഞു, I am a covenant God. ഞാനൊരു I ഉടമ്പടിയുടെ will not ദൈവമാണ്. leave you nor forsake you. ഞാൻ നിന്നെ കൈവിടുകയില്ല, Everything ഉപേക്ഷിക്കുകയില്ല. what I have promised, ഞാൻ വാഗ്ദത്തം ചെയ്തതൊക്കെയും it will come to pass. അത് സംഭവിക്കുക തന്നെ 15th ചെയ്യും. chapter. 15ാം അധ്യായം. So they were walking, they made a blood path. അവിടെ ഒരു രക്തപാത ഒരുക്കി. And in the blood path, they have to walk together. ഈ രക്തപാതയിലൂടെ ഉടമ്പടി ചെയ്യുന്നവർ ഒരുമിച്ച് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. What is the meaning of walking in the blood path? എന്താണ് ഉടമ്പടി ചെയ്യുന്നവർ രക്തപാതയിലൂടെ സഞ്ചരിക്കണം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? When you walk through the blood path, ആ രക്തപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ whatever you have committed, എന്ത് കാര്യത്തിന് വേണ്ടി നിങ്ങൾ you തീരുമാനമെടുത്തോ have to fulfill it. അത് ചെയ്തെങ്കിലേ മതിയാവും. If you are not doing it, അത് പിന്മാറിയാൽ covenant breakers are liable to death. ഈ ഉടമ്പടി വിച്ഛേദിക്കുന്നവർ മരണശിക്ഷയ്ക്ക് യോഗ്യമാണ്. That's why അതുകൊണ്ടാണ് there was a great fear on Abraham. അബ്രഹാമിന്റെ മേൽ വലിയ ഭയം ഇറങ്ങി. He could not feel like walking in the blood path. ആ രക്തപാതയിലൂടെ സഞ്ചരിക്കണ്ട എന്ന് തോന്നിപ്പോയി. He slept off. അദ്ദേഹം കിടന്നങ്ങ് ഉറങ്ങി. The torch of fire walked, beloved. എന്നാല് അവിടെ ആ തീപന്തം ആ പാതയിലൂടെ Jesus Christ was walking in the blood path. ദൈവമാണ്, യേശുവാണ് രക്തപാതയിലൂടെ സഞ്ചരിച്ചത്. Hallelujah. Hallelujah. And not only that, അത് മാത്രമല്ല, can you feel that what has happened from where he was beaten to Golgotha? ഈ കർത്താവ് അവിടെ അടികൊണ്ട് ഗോൽഗോഥായിലേക്കുള്ള യാത്ര നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നു. It was around 1,000 feet. ഒരു 1000 feet. He was beaten black and blue. ഭയങ്കരമായിട്ട് ഒരു ശരീരത്തിൽ രക്തമില്ലാത്തതുപോലെ അടി വാങ്ങി. People say only back, but even in the front he was beaten. ചിലരിങ്ങനെ പറയും പുറത്ത് മാത്രമാണ് യേശു അടി കൊണ്ടതെന്നല്ല, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും. He was totally blood.
blood was coming out of his body. രക്തം വാർന്ന് ആ ശരീരം നീലക്കളറായി വെളുത്ത കളറായി ഇരിക്കുന്ന പോലെ This time, ഈ നേരത്ത് he was walking on his own precious blood, beloved. തന്റെ രക്തം ചൊരിഞ്ഞ പാതയിലൂടെ With നിങ്ങൾക്കും എനിക്കും വേണ്ടിയുള്ള ഉടമ്പടിക്കായി യേശു With സഞ്ചരിച്ചു. Abraham, the blood of the animals. അബ്രഹാമുമായി ഉടമ്പടി ചെയ്തപ്പോൾ അവിടെ മൃഗങ്ങളുടെ രക്തമാണ് To ചൊരിഞ്ഞത്. the cross, എന്നാൽ ക്രൂശിലേക്ക് യേശു on his സഞ്ചരിച്ചപ്പോൾ own blood, തന്റെ രക്തം ചൊരിയപ്പെട്ട രക്തം making it very clear to all of us. നമ്മോട് ചെയ്ത ഉടമ്പടിക്കകത്ത് വ്യക്തത കൊണ്ടുവന്നു. I love you with an everlasting love. ഞാൻ നിത്യമായ സ്നേഹത്താൽ I നിന്നെ will സ്നേഹിക്കുന്നു. not leave you nor forsake you. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. Every promise that I have made to you, നിങ്ങളോട് ചെയ്തിരിക്കുന്ന ഓരോ that വാഗ്ദത്തങ്ങൾ will come to pass in your അത് lifetime. സംഭവിക്കുക തന്നെ ചെയ്യും മക്കളെ. You will see the best of the days in your life. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല നാളുകളെ നിങ്ങൾ കാണും. You see your children being prosperous. നിങ്ങളുടെ മക്കൾ They are അനുഗ്രഹിക്കപ്പെടുന്നത് elevated. They are being elevated. ദൈവം അവരെ ഉയർത്തുന്നത് നിങ്ങൾ കാണും. They will be walking with the Lord. അവര് ദൈവത്തോട് കൂടെ നടക്കും. Hallelujah. ഹല്ലേലൂയ. Hallelujah. When I think about this walking, it touches my heart, beloved. ഈ ഒരു ഉടമ്പടി നടപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു വിഷയമാണ്. Hallelujah. Hallelujah. Now you can see that, you know the story. That's why I want to pick a few things from there. നിങ്ങൾക്ക് ഈ കഥ അറിയാവുന്നത് കൊണ്ട് അങ്ങും ഇങ്ങും മാത്രം തൊട്ടുപോകുകയാണ്. Genesis chapter 15 verse 4 and 6. Just I will just give you, go and read it. ഉൽപ്പത്തി 15:4 നിങ്ങൾക്ക് വീട്ടിൽ പോയി പിന്നെ വായിക്കാം. The Lord said, you will have a son. ദൈവം ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ഒരു സന്തതി You will have ജനിക്കും. a son. നിനക്കൊരു സന്തതി ജനിക്കും. Hallelujah. ഹല്ലേലൂയ. And also, he has shown him the stars of heaven. മാത്രമല്ല പുറത്തു കൊണ്ടുപോയി ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചിട്ട് നിന്റെ തലമുറകൾ ഇങ്ങനെയായിരിക്കുമെന്ന് ദൈവം He has പറഞ്ഞു. seen the dust of the sand of the earth. മാത്രമല്ല മണൽ കാണിച്ചിട്ട്, കടൽക്കരയിലുള്ള മണൽ കാണിച്ചിട്ട് പറഞ്ഞു, നിന്റെ സന്തതികൾ You ഇപ്രകാരമായി. have to live by the vision what God has given to ദൈവം you. തന്നിരിക്കുന്ന ദർശനത്തെ മുൻപിൽ വെച്ച് വേണം നിങ്ങൾ In the ജീവിക്കാൻ. night, രാത്രിയിൽ the vision is seen. നിങ്ങൾക്ക് ആകാശത്തിലേക്ക് നോക്കിയാൽ അബ്രഹാമിന് വാഗ്ദത്തം കാണാം. In the morning, രാവിലെ you are touching the vision by your feet. കടൽക്കരയിലെ മണലേൽ ചവിട്ടുമ്പോൾ വീണ്ടും Hallelujah. ദൈവത്തിന്റെ ദർശനത്തെ In the morning, തൊടുകയാണ്. in the night, രാവിലെയും രാത്രിയും മറക്കാതെ God, തന്റെ this ജീവിതത്തിൽ is what I am going to do to ദൈവിക Abraham. ദർശനത്തെ തന്റെ മുൻപിൽ വെച്ച് അബ്രഹാം This ജീവിച്ചു. is what I am going to do to this ALFC church. ഇതാണ് ALFC സഭയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. Hallelujah. Hallelujah. Each one of the families. ഓരോ കുടുംബങ്ങളും Hallelujah. Hallelujah. The vision, beloved. ദൈവിക ദർശനം. When God speaks a word, ദൈവം ഒരു വാക്ക് the പറയുമ്പോൾ word is called, the Greek word is homologio. ഹോമോലോഗിയോ എന്നാണ് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനത്തിന് The പറയുന്നത്. Rhema word. The Rhema വചനം, The spoken word. പറയപ്പെട്ട വചനം, The utterance. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം. What God has spoken to you, ദൈവം നിങ്ങളോട് സംസാരിച്ചത്, you should agree with it first. നിങ്ങൾ ആദ്യം അതിനോട് സമ്മതത്തിലേക്ക് വരണം. And you should say the same word to yourself. അതേ വചനം നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം. I'm going to be great. ദൈവം എന്നെ വലിയവനാക്കും. Because God said that. എന്തുകൊണ്ടാ ദൈവം അങ്ങനെ This എന്നോട് church is going to be fruitful. ഈ സഭയെ ദൈവം Because God said ഫലപ്രദമാക്കും. that. കാരണം ദൈവം പറഞ്ഞു. Whatever God says, ദൈവം എന്തു പറഞ്ഞാലും you speak to that. അത് തന്നെ നിങ്ങളും ഏറ്റു പറയണം. Pastor Ajit, പാസ്റ്റർ അജയ്, you will be like Abraham, നിങ്ങളൊരു അബ്രഹാമാണ്. father of many sons. അനേകം Many മക്കൾക്കൊരു sons. പിതാവാണ്. Hallelujah. ഹല്ലേലൂയ. Sister Suma, you are a mother to many sons and daughters. Amen. Hallelujah. Thank you Jesus. That's it, beloved. അതാണ് You have to ദൈവമക്കളെ. speak to yourself. നിങ്ങൾ നിങ്ങളോട് തന്നെ That is സംസാരിക്കണം. the exercise we miss at times. അതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു എക്സർസൈസ്. Oh, I heard that word. ഒരു വാഗ്ദത്തം കേട്ടു, Something like that. എന്തൊക്കെയോ
It is not something like that. അങ്ങനെ എന്തൊക്കെയോ It അല്ല. is the word. ദൈവം പറഞ്ഞ That അതേ is my വാഗ്ദത്തം. word. അതാണ് എന്റെ വചനം. Hallelujah. Hallelujah. When I was young, ഞാൻ ചെറുപ്പക്കാരനായിരുന്നപ്പോൾ I don't know. We are a village. I'm a village boy. ഞാനൊരു ഗ്രാമത്തിൽ വളർന്ന വ്യക്തിയാണ്. I used to study in my local language. ഞങ്ങളുടെ ലോക്കൽ ലാംഗ്വേജ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. We say kaki coming means yanna going. You know that? കാക്കി Kaki means crow. ക്രോ. ആ Crow coming, ആ yanna going. എന്നെ Where are you going? That is Tamil verse. ഓക്കെ, അങ്ങനെ ആണത് അർത്ഥമാക്കുന്നത്. ആ Got it? ലിറ്റിൽ. Kaki coming. Kaki means crow coming. ആ Huh? കാക്ക Kaka വരുന്നു, coming. കാക്ക വരുന്നു. Yanna going. Where are you going? ആ എങ്ങോട്ടാ പോകുന്നത്? These are our standard words. ഇത് ഞങ്ങളുടെ സാധാരണ ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ്. When people ask me, എന്നോട് ആൾക്കാർ ചോദിക്കും, what is your name? നിങ്ങളുടെ പേരെന്താണ്? My name is Y. Mohan Babu. എൻ്റെ പേര് വൈ മോഹൻ ബാബു. Next step, I don't know what to say. അടുത്ത സ്റ്റെപ്പ് എന്തോ പറയണമെന്ന് എനിക്കറിയത്തില്ല. I used to walk away from there. ഞാൻ അത്രയും പറഞ്ഞിട്ട് അവരുടെ അടുത്തു നിന്ന് മാറുമായിരുന്നു. People say that this guy has got attitude. ആ ആൾക്കാർ എന്നെ കണ്ടിട്ട് പറയും, ഇയാൾക്ക് ഭയങ്കര വെയിറ്റ്. It's not the question of attitude. എനിക്കങ്ങനെ വെയിറ്റ് ഉള്ളത് കൊണ്ടല്ല, It is escape. ഞാന് എങ്ങനെങ്കിലും ഒഴിഞ്ഞു മാറാൻ നോക്കുന്നതാ. That was the situation. ഇതായിരുന്നു എന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം. When a man of God came, എന്നാൽ ഒരു ദൈവ മനുഷ്യൻ he released a prophecy. അദ്ദേഹം ഒരു വാഗ്ദത്ത വചനം എന്നോട് You are going to go to the nations. നീ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നവനായി മാറും. You will be a blessing. നീ ഒരു അനുഗ്രഹമായിരിക്കും. How could that be possible? ഞാനിങ്ങനെ ഓർത്തി, ഇത് എങ്ങനെ സംഭവിക്കും? A guy who cannot even speak 2 lines of English. ഒരു 2 ലൈൻ ഇംഗ്ലീഷ് പറയാൻ അറിയാത്തവന് Today is here. എന്നാൽ ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ Hallelujah. നിൽക്കുകയാണ്. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. I heard that word. ആ വചനം ഞാൻ സ്വീകരിച്ചു. I took that word. ഞാൻ ആ വചനം Speak ഏറ്റെടുത്തു. to myself. എന്നോട് തന്നെ അത് പറഞ്ഞു. No kaki coming. നോ കാക്കി കമ്മിങ്. Everything is coming. എല്ലാം വരികയാണ്. Hallelujah. ഹല്ലേലൂയ. First, in the initial stages, when I used to go to states and speak to the congregation, ആദ്യ നാളുകളിൽ അമേരിക്കയുടെ പ്രദേശങ്ങളിൽ പോയി ഇംഗ്ലീഷിൽ ശുശ്രൂഷിക്കുമ്പോൾ the pastor used to come. പാസ്റ്റർ എൻ്റെ അടുത്ത് വന്ന് He said, "Hey, Pastor Babu, you spoke so well." അവൻ എന്നോട് പറയും, പാസ്റ്റർ ബാബു ഭയങ്കര പ്രസംഗമായിരുന്നു. And I used to say that this guy is teasing or he means it. ഇവരിങ്ങനെ പറയുമ്പോ എന്നെ കളിയാക്കുവാണോ ശരിക്കും പറഞ്ഞതാണോ എന്ന് എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. In Telugu there is a proverb. തെലുഗുയിൽ ഇങ്ങനെ ഒരു പ്രോവർബ് ഉണ്ട്. The teeth, if is little up, ഈ പല്ല് ഇച്ചിരി പൊങ്ങിയിരിക്കുവാണെങ്കിൽ we don't know whether he is teasing or whether he is laughing. പല്ല് പൊങ്ങിയിരിക്കുവാണെങ്കിൽ എപ്പോഴും പല്ല് കാണാം. ചിരിക്കുവാണോ കളിയാക്കി ഇങ്ങനെ നോക്കുവാണോ നമുക്ക് മനസ്സിലാവത്തില്ല. Good translation. That's what the heart of the preacher. So I was thinking whether he's saying the right thing or just teasing me. ഈ നല്ല പ്രസംഗമാണെന്ന് പറയുമ്പോ എന്നെ കളിയാക്കുവാണോ ശരിക്കും പറയുവാണോ? Then he says, അതിനുശേഷം "No, Pastor, that was a good word. അല്ല പാസ്റ്ററെ, ആ വചനം ഭയങ്കരമാണ്. All glory goes to my God. എല്ലാ മഹത്വവും എൻ്റെ What he has promised, ദൈവം വാഗ്ദത്തം it ചെയ്തത് will come to pass." അത് സംഭവിക്കുക തന്നെ ചെയ്യും. Hallelujah. ഹല്ലേലൂയ. You speak the word of God to yourself. നിങ്ങൾ നിങ്ങളോട് തന്നെ ദൈവത്തിന്റെ വചനം It പറയണം. will come to pass. അത് സംഭവിക്കുക തന്നെ ചെയ്യും. Hallelujah. ഹല്ലേലൂയ. The delay for the promise and the fulfillment, it took 24 years. 24 വർഷമെടുത്തു അബ്രഹാമിന്റെ ജീവിതത്തിൽ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടുവാൻ. It was a tough time. ഒരു കഠിന കാലമായി. Sarah laughed also. സാറാ ചിരിക്കുക. And he went to Abimelech. അബീമലേക്കിന്റെ അടുക്ക പോയി. And Abimelech, God was dealing with Abimelech because of Abraham.
നിമിത്തം ദൈവം ഇടപെടുകയാണ് അബിമലേക്കിന്റെ വിഷയത്തിൽ. Because she was taken to Abimelech's കാരണം house. സാറായെ അബിമലേക്ക് ഭാര്യയാക്കുവാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. Because he was fearful. പേടിയായിരുന്നു. He wanted to live. അബ്രഹാമിന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാ മതി എന്നൊരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. The promises were there. വാഗ്ദത്തങ്ങളെല്ലാം ഉണ്ട്. But the situation is not പക്ഷേ favorable. സാഹചര്യങ്ങൾ അനുകൂലമല്ല. So he made a mistake. അബിമലേക്കിന്റെ വിഷയത്തിൽ ഒരു തെറ്റ് കാണിച്ചു. He spoke a lie. അവിടെ ഒരു കള്ളം പറഞ്ഞു സാറായോടുള്ള വിഷയത്തിൽ. Whenever you have such a situation, ഇതുപോലൊരു സാഹചര്യം ഉള്ളപ്പോൾ you want to escape out of it. എങ്ങനെയെങ്കിലും അവിടുന്ന് ഒരു ഒളിഞ്ഞു മാറാനാ നമ്മുടെ മനസ്സ്. Once we were in Bhutan. ഒരു പ്രാവശ്യം ഞങ്ങൾ ഭൂട്ടാനിൽ പോയപ്പോൾ And we were traveling. ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. And Bhutan, the gospel is prohibited. ഭൂട്ടാനില് നമുക്ക് സുവിശേഷം പറയുവാൻ കഴിയത്തില്ല. And we took a bus, small mini bus. ഞങ്ങളൊരു മിനി ബസ് എടുത്തു പോയി. Some of my friends from Canada, they were in that bus. ഞങ്ങളുടെ കാനഡയിൽ നിന്നുള്ള സുഹൃത്തുക്കൾ We were അതിനകത്തുണ്ട്. speaking in tongues, അന്യഭാഷയിൽ സംസാരിച്ചു enjoying the പോകുന്നു. time വളരെ സന്തോഷത്തോടെ to ഞങ്ങൾ see the പോകുകയാണ്. mountains. അവിടെ ആ മൗണ്ടൻസ് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. When we stopped our bus to get some fruits, ഫ്രൂട്ട്സ് മേടിക്കാൻ ഒരു സ്ഥലത്ത് നിർത്തി. the driver came to me. ഡ്രൈവർ എൻ്റെ അടുത്ത് വന്നു. He asked me, എന്നോട് ചോദിച്ചു, "Sir, are you a Christian?" സാറേ ക്രിസ്ത്യാനിയാണോ? The hell broke out on me. എനിക്ക് പെട്ടെന്ന് നരകം Because പൊട്ടി if പുറപ്പെടുന്നു. you are going there for ministry or anything as such, മിനിസ്ട്രിക്കോ ഇങ്ങനെയുള്ള ഏത് കാര്യത്തിനാണ് ഭൂട്ടാനിൽ പോകുന്നതെന്ന് അറിഞ്ഞാൽ they will arrest you. അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യും. They will beat you to death. നല്ല അടിച്ച് നമ്മളെ They will ചാകുന്ന പോലെ ആക്കും. they will throw you in the river. നിങ്ങളെ അവിടുത്തെ ഒരു റിവറിൽ എടുത്ത് കളയുകയും ചെയ്യും. That was what I was told. ഇത് എന്നോട് പറഞ്ഞു തന്ന കാര്യമാണ്. When we were going to Bhutan, പക്ഷെ ഭൂട്ടാനിലേക്ക് my പോകുമ്പോൾ friend was jokingly telling my wife, എന്റെ ഭാര്യയോട് ഇങ്ങനെ തമാശായിട്ട് പറഞ്ഞു, "Rani, you pray for Mohan. മോഹന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണേ If റാണി. we are caught there, നമ്മളെ എങ്ങാണോ അവിടെ പിടിച്ചാൽ he will come back with a white long beard." നമ്മളൊരു വലിയ താടിയുമായിട്ട് അത്രയും വർഷങ്ങൾക്ക് ശേഷമായിരിക്കും തിരിച്ചു After 20 വരുന്നത്. years. ഒരു 20 വർഷം കഴിഞ്ഞ് തിരിച്ചു Now വരാം. you know the backdrop. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായത് When this- ഇതാണ് പശ്ചാത്തലം. When this guy asked me, അപ്പൊ ഈ ഡ്രൈവർ ഒരു ചോദ്യം are ചോദിക്കും, you a Christian? നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? Everything in the 30 seconds was the longest time in my life. എന്റെ ജീവിതത്തിലെ ഏറ്റവും നീണ്ട കാലമായ 30 സെക്കൻഡുകൾ ഇതെല്ലാം ഞാൻ മനസ്സിലൂടെ കയറി ഇറങ്ങി. What should I say? എന്തുത്തരം പറയണം? Oh, we all children of God. Ah. General statement. ഒരു ജനറൽ ആയിട്ട് നമ്മളൊക്കെ ദൈവമക്കളാണല്ലോ. അല്ല, What Jesus said, യേശു എന്താണ് if you പറഞ്ഞത്? deny me before people, മനുഷ്യരുടെ മുൻപിൽ നീ എന്നെ ഏറ്റുപറഞ്ഞില്ല എങ്കിൽ I will deny you. ഞാനും ദൈവ മുൻപാകെ So we നിന്നെ have to be ഏറ്റുപറയത്തില്ല. careful. അതുകൊണ്ട് പറയുന്ന The ശ്രദ്ധിക്കണം. 30 seconds, ആ 30 I സെക്കൻഡ് took my courage. ഞാൻ എല്ലാ എന്റെ കറേജും ഒരുമിച്ച് സംഗ്രഹിച്ചു. I said, yes, അതെ, I am a Christian. ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്. You know what happened? എന്താ He സംഭവിച്ചെന്ന് came അറിയാമോ? even closer to me. അയാൾ ഒന്നുകൂടെ എന്റെ അടുത്ത് വന്നു. In my ears, he said, എന്റെ കാതുകളിൽ മന്ത്രിച്ചു, I am also a Christian, sir. ഞാനും ഒരു ക്രിസ്ത്യാനിയാണ് സാറേ. When you have going to the mountain, ഞങ്ങള് അങ്ങനെ മലയെ കാണാൻ പോകുകയാണ്. I felt the snow has fallen on me. എനിക്കിങ്ങനെ തോന്നി, ഒരു മഞ്ഞ് വന്ന് എന്നെ അങ്ങ് മൂടി. What a joy. എത്ര സന്തോഷം. അബ്രഹാം He was so scared. ഭയങ്കര പേടിയുള്ള She ആളായിരുന്നു. is my sister. ആ സാറായെ നോക്കി പറഞ്ഞു, Half ഇവൾ എന്റെ sister. സഹോദരിയാണ്. But God എന്നാൽ God said, ദൈവം പറഞ്ഞു, he's struggling today. അവന് ഇന്ന് കിടന്ന് വ്യാകുലപ്പെടുക, Tomorrow he'll be a man of faith. എന്നാൽ നാളെ അവൻ ഒരു വിശ്വാസ വീരനായി മാറും. He'll be the father of faith. അവൻ വിശ്വാസികളുടെ പിതാവായി Today he's അറിയപ്പെടും. struggling. ഇന്ന് അവന് I സമർത്ഥമാണ്. know his struggle. എനിക്കറിയാം അവന്റെ സമർത്ഥങ്ങൾ. I'll help him out. ഞാൻ ഇവനെ സഹായിച്ച് പുറത്തിറക്കും. I'll make him stronger. ഞാൻ അവനെ ശക്തനാക്കും.
tomorrow നാളെ is the big day and better day for him. അവന്റെ ജീവിതത്തിലെ വലിയ ദിവസങ്ങൾ വരികയാണ്. This is the word for some of you this morning. ഇതാണ് നിങ്ങളിലുള്ള ചിലർക്കുള്ള ഒരു If you are വചനം. struggling, നിങ്ങൾ ഇന്ന് സമ്മർദ്ദത്തിലായി, God is still working in your life. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു. Tomorrow is your best day coming up. നാളെ നിങ്ങളുടെ ഏറ്റവും വലിയ ദിവസമായിരിക്കുമെന്ന് What God വിശ്വസിക്കുക. was saying ദൈവം എന്താണ് to പറയുന്നത്? Abimelech, അബിമലേക്കിനോട് പറഞ്ഞു, he said, is my prophet. ഈ അബ്രഹാം എന്റെ പ്രവാചകനാണ്. He will pray for you. അബ്രഹാം നിനക്ക് വേണ്ടി The guy പ്രാർത്ഥിക്കും. who was struggling to speak truth, തന്റെ ജീവിതത്തിൽ സത്യം പറയാൻ he സമർത്ഥമുണ്ടായിരുന്നു. will pray for you അയാൾ നിനക്ക് വേണ്ടി so പ്രാർത്ഥിക്കും. that you can live. നീ ജീവിക്കേണ്ടതിന് അബ്രഹാം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Hallelujah. ഹല്ലേലൂയ. Hallelujah. Hallelujah. You know what happened, beloved? എന്താണ് സംഭവിച്ചത്? Abraham prayed for Abimelech's household. അബ്രഹാം അബിമലേക്കിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. Hallelujah. Hallelujah. God opened the womb. ദൈവം ഉദരത്തെ തുറന്നു. By that time, ആ സമയത്ത് Sarah was not even conceived. സാറായിക്ക് ഗർഭം ധരിച്ചിട്ടില്ല. What people would have told, എന്താണ് ആൾക്കാർ your പറയുന്നത്? own wife is not conceived. നിന്റെ ഭാര്യയ്ക്ക് ഇതുവരെ മക്കൾ ഉണ്ടായിട്ടില്ല. How can you pray for others? എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി നീ That പ്രാർത്ഥിക്കുന്നത്? is the anointing of the Lord. അതാണ് ദൈവത്തിന്റെ അഭിഷേകം. That is the mandate of God and pastors. അതാണ് പാസ്റ്റർമാരുടെ മേലുള്ള ദൈവത്തിന്റേതായിട്ടുള്ള മാൻഡേറ്റ്. We may not be rich, നമ്മൾ ധനികന്മാരായിരിക്കത്തില്ല, but when we pray, പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കും. people become rich. ആൾക്കാരുടെ അടുക്കലേക്ക് ദൈവം ധനം കൊടുക്കും. Hallelujah. Hallelujah. Maybe sometimes we go through some sickness in our lives. നമ്മുടെ ജീവിതത്തിൽ ചില രോഗത്തിലൂടെ കടന്നു പോയേണ്ടതായിട്ട് When we വന്നേക്കാം. pray, പക്ഷെ ഞങ്ങൾ we see പ്രാർത്ഥിക്കുമ്പോൾ instant healings coming അപ്പോൾ up. തന്നെ സൗഖ്യം. Hallelujah. Hallelujah. It happened to me once. എന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു. Mike Tyson, no worries. മൈക്ക് ടൈസൺ ആണ് ഞാന്. So what happened? എന്താണ് One സംഭവിച്ചത്? day, we went for a meeting. ഒരു മീറ്റിംഗിൽ പോയി. One of my pastor from England came, ഇംഗ്ലണ്ടിൽ നിന്നുള്ള എന്റെ പാസ്റ്റർ, and he ate something bad. അദ്ദേഹം കഴിച്ചത് എന്തോ ശരിയായില്ല. He was a regular visitor to the washroom. അത് വാഷ്റൂമിൽ പോയി ഇറങ്ങി നടക്കുക. Regular. In between, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ബാത്റൂമിൽ he പോയി. preached for a while. അദ്ദേഹം കുറച്ചു നേരം പ്രസംഗിച്ചു. He told me, Pastor, I can't take it. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഇനി എനിക്ക് വയ്യ, You take over. ഇനിയിപ്പം നിങ്ങൾ അങ്ങ് I പ്രസംഗിക്കുക. said, okay. ഞാൻ പറഞ്ഞു, I was having a severe headache. എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന. And I said, okay, let me continue. ഞാൻ പറഞ്ഞു, സാരമില്ല, നമുക്ക് മുമ്പോട്ട് പോകാം. Ministry was over. മിനിസ്ട്രി കഴിഞ്ഞു. Big line was there. വലിയൊരു ലൈൻ പ്രാർത്ഥിക്കാൻ The നിൽക്കുക. first guy who came to me, ആദ്യം പ്രാർത്ഥിക്കാൻ വന്നത്, I asked, what is your problem? ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രശ്നം? He said, I have a severe headache, sir. അദ്ദേഹം പറഞ്ഞു, സാറേ എനിക്ക് ഭയങ്കര I തലവേദന. told him, ഞാൻ പറഞ്ഞു, same problem here. ഞാൻ പറഞ്ഞു എനിക്കും അതേ I പ്രശ്നം. told him honestly, ഞാൻ ഉള്ളതങ്ങ് same പറഞ്ഞു. problem, severe headache. എനിക്കും ഭയങ്കര തലവേദന. For few days I could not handle it, sir. ചില ദിവസങ്ങളായിട്ട് എനിക്കിതങ്ങോട്ട് കൈകാര്യം ചെയ്യാൻ പറ്റണില്ല. Then I told him, can I pray for you? അതിനുശേഷം ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി He said, yes, പ്രാർത്ഥിക്കട്ടെ? sir. ഊവെന്ന് പറഞ്ഞു. I prayed for him. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. You know what happened? എന്താ സംഭവിച്ചത്? Instantly he said, അപ്പോൾ തന്നെ my headache is gone. അയ്യോ എന്റെ തലവേദന മാറി. You know what I told him? ഞാൻ എന്തോ പറഞ്ഞെന്ന് Yours അറിയാമോ? is gone, mine is still there. ഞാൻ പറഞ്ഞു, നിന്റെ പോയി, എന്റെ തലവേദന ഇപ്പോഴും ഉണ്ട്. Hallelujah. Hallelujah. It's okay. അങ്ങനെയാണെങ്കിലും ശരി, It's the ministry that we need to release to the people. ദൈവം തരുന്ന ശുശ്രൂഷകളെ മറ്റുള്ളവരിലേക്ക് സഹായമായി While I was continuing to pray for them, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ meanwhile God has also taken my headache. ദൈവം എന്റെ തലവേദനയും സൗഖ്യമാക്കി. Abraham was praying for Abimelech. അബ്രഹാം അബിമലേക്കിന് വേണ്ടി In പ്രാർത്ഥിച്ചു. this church, ഈ സഭയിൽ God is going to raise millionaires. ദൈവം ഇവിടെ മില്യണേഴ്സിനെ ഉയർത്താൻ. Hallelujah. ഹല്ലേലൂയ. God will bless them. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. Hallelujah. ഹല്ലേലൂയ. How many of you believe that? നിങ്ങളിൽ എത്ര I believe പേർ അത് that. വിശ്വസിക്കുന്നു? Hallelujah. ഹല്ലേലൂയ. Give the Lord a big round of applause. നിങ്ങളുടെ കരങ്ങളെ അടിച്ച് ദൈവത്തിന് നന്ദി പ്രകടിപ്പിച്ചാട്ടെ. How many of you know that if you clap hands, you live longer?
നീ എത്ര പേർക്കറിയാം കൈ അടിച്ചാൽ ഒരുപാട് നാൾ ജീവിക്കാം? You know that? Let me tell you. Like, one second. One second. ഒരു മിനിറ്റ്. If you don't believe me, you Google it. ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് Now നോക്ക്. the Google has become second Bible. ഗൂഗിൾ ഇപ്പൊ ആൾക്കാരുടെ രണ്ടാമത്തെ You ബൈബിളായി Google മാറിയിരിക്കുന്നു. it. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് If നോക്ക്. you clap hands, നിങ്ങൾ കൈ അടിച്ചോണ്ടേയിരുന്നാൽ what is that? which hormones? Happy hormone? No, No, pastor has something to no, say. I have something. The Roga Nirodhaka Shakti. That means the immune system. Immune system. അതെ. The immune system will increase. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ അത് വർദ്ധിച്ചു വരും. Dopamine will come out. ഡോപ്പമീൻ വരും. You will be joyful. നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം Hallelujah. So അനുഭവം. that's why let's clap hands for Lord Jesus Christ. അതുകൊണ്ട് നമ്മുടെ കരങ്ങളെ ശക്തമായി അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. Now I know you want to live a longer life. നിങ്ങൾക്ക് ദീർഘകാലം ജീവിക്കണം എന്നുള്ളത് എനിക്ക് That's why മനസ്സിലായി. you should be excited in the church when you come. അതുകൊണ്ട് തന്നെ സഭയിൽ വരുമ്പോൾ നീണ്ട മുഖമായി ഇരിക്കരുത്, ഹാപ്പി ആയിട്ട് എക്സൈറ്റഡ് Now, ആയിട്ട് can നിങ്ങൾ you ഇരിക്കണം. give a big round of applause to your spiritual parents, Pastor Ajit and Sister Suma? പാസ്റ്റേഴ്സിന് വേണ്ടി ഒരു വലിയ സന്തോഷത്തോടെ കരങ്ങളെ തട്ടി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. I think you're okay, right? നിങ്ങൾക്ക് Can സന്തോഷമാണല്ലോ we അല്ലേ? give a good, wonderful applause to the newly wedded couple? നമ്മുടെ പുതിയ കപ്പിളിന് വേണ്ടി നമ്മുടെ കരങ്ങളെ തട്ടി നമുക്ക് ദൈവത്തിന് നന്ദി പ്രകടിപ്പിക്കാം. Can we give a wonderful applause to our dear brother Franz and Galenda? Yeah, They have been a part of the ഫ്രാൻസിനും family. വേണ്ടി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കരങ്ങളെ തട്ടി താങ്ക് യു ജീസസ്. Now, ഇനി can you give an applause to me? yes, thank you Jesus. Always I say that church is the most exciting place the world can ever see, beloved. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സഭയായിരിക്കണം ആൾക്കാർ ഏറ്റവും സന്തോഷിക്കുന്ന, ഉത്തേജിക്കപ്പെട്ട, പാഷനേറ്റ് ആയിട്ടിരിക്കുന്ന സ്ഥലം. In your presence, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ fullness of joy. സന്തോഷത്തിന്റെ Hallelujah. പരിപൂർണതയുണ്ട്. When I look at Pastor Ajit, ഞാൻ പാസ്റ്റർ അജിത്തിനെ നോക്കുമ്പോൾ I see him very intense and passionate. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ വളരെ തീവ്രതയുള്ള, വളരെ പാഷനുള്ള ഒരു വ്യക്തിയായി കാണുന്നു. For the purposes of God. ദൈവത്തിന്റെ പദ്ധതികൾക്കായി. He has no other focus, only kingdom of ആമേൻ. God. അദ്ദേഹത്തിന് വേറെ ഒരു താല്പര്യങ്ങളുമില്ല, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുകയാണ്. When I look at Pastor Suma, പാസ്റ്റർ സുമയെ നോക്കുമ്പോൾ that plus all that and plus. അത് പ്ലസ് ആണ്. ഇങ്ങോട്ട് Plus is she's always be laughing and joyful. എപ്പോഴും ചിരിക്കുകയാണ്, സന്തോഷമാണ്. Yes. Okay, പാസ്റ്റർ. So thank you so much. So ഒത്തിരി coming back to സന്തോഷം. the point. ഞാൻ വീണ്ടും പോയിന്റിലേക്ക് Where മടങ്ങി we വരട്ടെ. left. എവിടെയാണ് നമ്മൾ വിട്ടിട്ട് Where we പോയത്? left, you tell me. എവിടെയാ വിട്ടിട്ട് വന്നേന്ന് പറഞ്ഞാട്ടെ. അബൈമലേക്കിന്റെ അടുത്ത് വരെ എത്തി. Abraham, where Abraham gone? Where he is gone? You tell me now. You need to. പറ. Huh? Prayed for Abimelech. That's Prayed good. You are a good student. You prayed for Abimelech. അബിമലേക്കിന് വേണ്ടി പ്രാർത്ഥിച്ചു. And God heard that. ദൈവം ആ പ്രാർത്ഥന കേട്ടു. Hallelujah. Hallelujah. Then comes one thing, beloved. അതിനുശേഷം ഒരു കാര്യം, The fulfillment of the promise. ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തി. Chapter 21. 21-ാം അധ്യായം. God gave Isaac to Abraham and Sarah. ദൈവം ഇസഹാക്കിനെ കൊടുക്കുകയാണ് അബ്രഹാമിനും സാറയ്ക്കും. Sarah believed God. സാറ ദൈവത്തെ വിശ്വസിച്ചു. Because she said, അവള് പറഞ്ഞു, even I am out of this situation. ഞാൻ ഈ സാഹചര്യത്തിൽ നിന്നൊക്കെ പുറത്തു But വന്നു. my God is able to give me a son. എന്റെ ദൈവത്തിന് എനിക്കൊരു മകനെ നൽകുവാൻ കഴിയും. This is an out of the world act. ഇത് ലോകത്തിലെങ്ങും സംഭവിച്ച് കേട്ടിട്ടില്ലാത്ത കാര്യമാണ്. Hallelujah. Hallelujah. Let me close it with this word, beloved. ഞാൻ ഈ ഒരു വാക്ക് പറഞ്ഞ് നിർത്തുകയാണ്. Because delay causes distraction.
താമസം വരുമ്പോൾ അത് നമ്മുടെ ശ്രദ്ധയെ ചിതറിക്കുന്ന ഒന്നാണ്. Distraction causes destruction. ഇങ്ങനെ ശ്രദ്ധ ചിതറിക്കുമ്പോൾ നാശമുണ്ടാകുന്ന When കാര്യങ്ങളുണ്ട്. Moses was on the mountain, മോശ മലമുകളിലായിരുന്നപ്പോൾ the Israelites were questioning, where is Moses? ഇസ്രായേൽ മക്കൾ ചോദിക്കാൻ തുടങ്ങി, മോശ എവിടെ? They were impatient. അവർ ക്ഷമയില്ലാത്തവരായി മാറി. And that resulted golden calf. അപ്പോഴാണ് അവരവിടെ വിഗ്രഹത്തെ So ഉണ്ടാക്കിയത്, that's why കാളക്കുട്ടി. we should never be impatient when it comes to God's promises. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വാഗ്ദത്ത നിവർത്തി കാണാതെ വരുമ്പോൾ ക്ഷമയില്ലാത്തവരായി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടരുതേ. Sometimes delay causes defining moments in our lives. ഇങ്ങനെയുള്ള താമസങ്ങളാണ് നമ്മുടെ ജീവിതത്തിന്റെ നിർണായക നിമിഷങ്ങളായി മാറുന്നത്, തീരുമാനിക്കുന്നത് എന്ന് മറക്കരുത്. Moses was in the palace for 40 years. മോശ in the palace For 40 years. 40 വർഷം ഉണ്ടായിരുന്നു. 40. He was in the palace, അവിടെ കൊട്ടാരത്തിൽ 40 വർഷം ഉണ്ടായിരുന്നു. He was in the Midian forest for 40 years. അതിനുശേഷം താൻ മരുഭൂമിയിൽ 40 വർഷം If you ഉണ്ടായിരുന്നു. closely watch when he was in the Midian forest, എന്നാൽ ആ മരുഭൂമിയിലായിരിക്കുന്ന സമയത്ത് tending his father-in-law's flock, തൻ്റെ അമ്മാവിയപ്പൻ്റെതായിട്ടുള്ള ആടുകളെ മേയ്ക്കുകയാണ്. you never see God was speaking to him at any given time. ആ സമയത്തൊന്നും ദൈവം കാര്യമായി ഇടപെട്ടു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. But God was preparing him, beloved. എന്നാൽ ദൈവം തന്നെ ഒരുക്കി. Sometimes you feel, is God speaking to me? ചിലപ്പോൾ നമുക്കിങ്ങനെ തോന്നും, ദൈവം എന്നോട് മാത്രം ഒന്നും You feel സംസാരിക്കുന്നില്ല. dry at times. നമുക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് But let തോന്നിയേക്കാം. me tell you, പക്ഷെ ഞാനൊന്ന് the പറഞ്ഞോട്ടെ, chronological time of 40 years ഈ നീണ്ട 40 വർഷത്തെ കാലഘട്ടം has become a kairos moment അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു കൈറോസ് നിമിഷത്തിലേക്ക് കൊണ്ടു നിർത്തുകയാണ്. at the burning bush. ആ കത്തുന്ന മുൾപടർപ്പിന്റെ He received the calling അവിടെയാണ് വിളി and ലഭിക്കുന്നത്. he was asking a question to Moses. അവിടെ ഒരു ചോദ്യം മോശയുടെ മുൻപിൽ What is വരികയാണ്. that you are holding in your hand? എന്താണ് നിന്റെ കയ്യിൽ നീ പിടിച്ചിരിക്കുന്നത്? A rod. ഇതാ ഞാൻ ഒരു വടി Drop പിടിച്ചിരിക്കുന്നു. it. അത് താഴെ ഇട്. It has become a snake. അതൊരു പാമ്പായി മാറി. Moses was running away from it. മോശ പാമ്പിനെ കണ്ടപ്പോൾ ഓടുകയാണ്. He might have seen many snakes. ഒരുപാട് പാമ്പുകളെ ആ മരുഭൂമിയിൽ But this കണ്ടവനാണ്. was a different snake. പക്ഷേ ഇത് വേറെ ഒരു തരത്തിലുള്ള പാമ്പാണ്. But God said, ദൈവം പറഞ്ഞു, hold it by its tail. അതിന്റെ വാലെ പിടിച്ചെടുക്കുക. Because head belongs to me. കാരണം തല എനിക്കുള്ളതാണ്. I will crush its head on the cross of Calvary. ഞാൻ ക്രൂശിന്റെ മേൽ ഈ പാമ്പിന്റെ തലയെ തകർക്കുവാൻ പദ്ധതിയിട്ടിരിക്കുന്നു. You pick up the tail. വാല് വെച്ച് ഇതിനെ The പൊക്കിയെടുക്കുക. head belongs to me. തല എനിക്കുള്ളതാണ്. Because that rod speaks about his past, beloved. കാരണം ഈ വടി തന്റെ കഴിഞ്ഞകാല ജീവിതത്തെ Your കുറിക്കുന്നതാണ്. past always comes to you. നിന്റെ കഴിഞ്ഞകാലം വീണ്ടും വീണ്ടും നിന്റെ മുൻപിൽ വരും. Talks to you. നിന്നോട് സംസാരിക്കും. You are not the right one. നീ അല്ല You are ശരിക്കുള്ളവൻ. not the capable person. നിന്നെ കൊണ്ട് അതിന് You കഴിവില്ല. are a failure. നിന്റെ ജീവിതത്തിൽ നീ ഒരു You പരാജയമാണ്. named your son as Gershom. നിന്റെ മകനെ ഗർഷോം എന്ന് I'm പേരിട്ടു. a foreigner I'm a stranger in a foreign land. ഞാന് ഒരു പരദേശിയാണ്, ഒരു അന്യനാട്ടിലാണ്. I'm done. എന്റെ കാര്യം കഴിഞ്ഞു. But God says എന്നാൽ ദൈവമോ it's a പറയുന്നു, new beginning in your life. നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ ആരംഭമാണ് മോശേ. Hallelujah. New beginning. പുതിയ ആരംഭം. Hallelujah. ഹല്ലേലൂയ. And finally, beloved, അവസാനം on altar, ആ ഒരു യാഗപീഠം God said, give me your son നിന്റെ മകനെ എനിക്ക് തരാൻ ആവശ്യപ്പെട്ടു. as a burnt offering. അവനെ ഒരു ഹോമയാഗമായി What is അർപ്പിക്കുവാൻ. burnt offering? എന്താണ് ഒരു ഹോമയാഗം? What is burnt offering? എന്താണ് ഹോമയാഗം? The animal reduces to ashes. അതിന്റെ മേൽ വെക്കുന്ന യാഗം മൃഗം ചാരമായി മാറണം. God said, Abraham, I have given you the best. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ ഏറ്റവും നല്ലത് നിനക്ക് തന്നു. Can you give me your best to me? നിന്റെ ഏറ്റവും നല്ലതിനെ എനിക്ക് മടക്കി തരുമോ? Abraham has come to a place of obedience. അബ്രഹാം അനുസരണത്തിന്റെ തികവുള്ള സ്ഥാനത്തേക്ക് Knowing the എത്തിച്ചേർന്നു. voice of God. ദൈവത്തിന്റെ ശബ്ദത്തെ No തിരിച്ചറിയുന്നവൻ. debate, no logic. ഇനി ഇപ്പോൾ അവിടെ ലോജിക് ഉപയോഗിക്കുന്നില്ല, Oh, അവിടെ Lord. ഡിബേറ്റ് ഇല്ല. Lord, you have promised me. കർത്താവേ, അങ്ങല്ലയോ It വാഗ്ദത്തം has to തന്നത്. be come to pass. അത് സംഭവിച്ചെങ്കിലല്ലേ മതിയാവൂ. How can I give? ഇനി ഇപ്പൊ ഈ മകനെ തിരിച്ചെന്തിനാ ചോദിക്കുന്നേ?
Lord, when you said, കർത്താവേ അങ്ങ് പറഞ്ഞെങ്കിൽ give me my best, അങ്ങാണ് എന്റെ ഏറ്റവും I'll നല്ലത്. give my best. ഞാൻ ഏറ്റവും നല്ലത് അങ്ങേക്ക് തരും. This morning, ഈ രാവിലെ this is the challenge for you. ഇതാണ് നിങ്ങളുടെ When മുൻപിലുള്ള God വെല്ലുവിളി. asks for your best, ദൈവം നിങ്ങളുടെ ഏറ്റവും നല്ലത് ആവശ്യപ്പെട്ടാൽ can you say yes? നിങ്ങൾ ഉവ്വ് എന്ന് I'll പറയൂ. put it on the altar. ഞാൻ യാഗപീഠത്തിന്റെ മേൽ സമർപ്പിക്കാം. Because Abraham knew. അബ്രഹാമിന് അറിയാം. In Hebrews chapter 11 verse 19 he says, എബ്രായ ലേഖനം 11:19 ഇങ്ങനെ പറയുന്നു, my God, എന്റെ when ദൈവമോ he makes a promise, ഒരു വാഗ്ദത്തം ചെയ്യുമ്പോൾ even it becomes an ashes, ഇനിയിപ്പോൾ അത് ചാരമായി മാറുന്നത് എന്റെ he കൺമുൻപിൽ will കണ്ടാലും bring it back from the ashes. ആ ചാരത്തിൽ നിന്ന് വീണ്ടും ജീവനിലേക്ക് He will കൊണ്ടുവരുവാൻ rise from the എന്റെ dead. ദൈവം വിശ്വസ്തൻ. Give the Lord a big round of applause. നമ്മുടെ കരങ്ങളെ തട്ടി ദൈവമേ അങ്ങ് വിശ്വസ്തൻ. Today you say, ഇന്ന് നിങ്ങൾ പറയുന്നു it is impossible. നടക്കത്തില്ല. Will it happen? ഇത് നടക്കുമോ? Let me tell you, beloved, ഞാൻ പറയട്ടെ, it is going to happen. ഇത് സംഭവിക്കുക തന്നെ He ചെയ്യും. said so in your life. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമാണ് സംസാരിച്ചതെങ്കിൽ Shall we stand in his presence? നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ Shall we stand in എഴുന്നേറ്റ് his നിൽക്കാം. presence? നമുക്ക് ഒരുമിച്ച് Auralaba ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് Shandari നിൽക്കാം. Aralaba Shabalaba. Hallelujah. Thank you, Jesus. God- Thank you, Lord. God gave him his son back. ദൈവം ആ മകനെ മടക്കി കൊടുത്തു. Abraham, don't lay your hand on him. അബ്രഹാമേ, അബ്രഹാമേ, അവന്റെ മേൽ കൈവെക്കരുത്. You motivated me. നീയാണ് നീ എന്നെ It's ഉത്തേജിപ്പിച്ചിരിക്കുന്നു. not your son. നിന്റെ മകനെ അല്ല ഞാൻ I will നോക്കുന്നത്. give my son on the altar. ഞാൻ എന്റെ മകനെ ക്രൂശിൽ യാഗമാക്കുവാൻ ഏൽപ്പിക്കാൻ As പോകുകയാണ്. I made a promise to you, നിന്നോട് ചെയ്ത വാഗ്ദത്തം പോലെ all the families of the world will be blessed by you. ഈ ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നീ നിമിത്തം In the അനുഗ്രഹിക്കപ്പെടും. latter years, നിന്റെ ജീവിതത്തിന്റെ I അവസാന will നാളുകളിൽ send my son. ഞാൻ എന്റെ മകനെ അയക്കും. He will bring the blessings. അവൻ അനുഗ്രഹങ്ങളെ കൊണ്ടുവരും. Hallelujah. ഹല്ലേലൂയ. Beloved, he is a faithful God. നമ്മുടെ ദൈവം Every വിശ്വസ്തൻ. promise is made to you. നിങ്ങളോട് ചെയ്തിരിക്കുന്ന ഓരോ വാഗ്ദത്തങ്ങളും Speak into yourselves. നിങ്ങളോട് തന്നെ സംസാരിക്കുക. Hold peace. നിങ്ങളുടെ സമാധാനം കാക്കുക. Waiting time is not wasting time. കാത്തിരിക്കുന്ന സമയം വ്യർത്ഥ സമയമെന്ന് നിരൂപിക്കരുത്. In God's time, ദൈവത്തിന്റെ it's going to സമയത്തിൽ come to pass in your life. എല്ലാ കാര്യങ്ങളും ദൈവം തന്നെ നിവർത്തിക്കും. May God bless you.